നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. സോളാർ വൈദ്യുതി വേലി തകർത്താണ് ആനയെത്തിയത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, ഇത് എപ്പോഴാണ് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയത്? മറ്റെന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗോപി, ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വീട്ടുമുറ്റത്ത് കാട്ടാന എത്തിയിട്ടുള്ളത്. നിലമ്പൂർ മൂത്തേടത്താണ് വീട്ടുമുറ്റത്ത് കാട്ടാന എത്തിയിട്ടുള്ളത്. കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്താണ്. പുലർച്ചെ ഈ കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഈ സുബീഷ് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വീട്ടിന്റെ മുറ്റത്ത് കാട്ടാന നിൽക്കുന്നത് കണ്ടത്. പിന്നീട് വീട്ടുകാരെല്ലാവരും പുറത്തിറങ്ങി വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കിയതിനു ശേഷം നെല്ലിക്കുന്ന വനമേഖലയിലേക്ക് ആനയെ ഓടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീട്ടുകാർ നമ്മളെ അറിയിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിനു മുൻപ് ഈ സമാനമായ രീതിയിൽ ആന ഈ പ്രദേശത്ത് വരികയും വ്യാപകമായിട്ട് ഏകദേശം 300-ലധികം കവുങ്ങ്, അതുപോലെ തന്നെ വാഴകൾ, അങ്ങനെ നിരവധി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ മേഖലയിൽ സോളാറിന്റെ ഈ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആ സോളാറിന്റെ വൈദ്യുതി വേലി തകർത്താണ് ആന ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കൃഷി നശിപ്പിച്ചു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നാട്ടുകാരും അതുപോലെ തന്നെ ഈ വീട്ടുകാരും എല്ലാവരും ഒച്ച വെച്ച് ബഹളം വെച്ചതിന് ശേഷമാണ് ആന കാട് കയറി പോയത്. ശരി, ഷഹദ് റഹ്മാൻ ആണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്.